തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് യൂത്ത് കോൺഗ്രസ്. ടി.എൻ. പ്രതാപനും ജോസ് വള്ളൂരും പാർട്ടി പദവികൾ രാജിവെക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി DCC ഓഫീസിന് മുന്നിലാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ടി.എൻ. പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ തൃശൂർ DCC ഓഫീസിന്റെ മതിലിലും പരിസരത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. അതിനിടെ വിവാദം ഒഴിവാക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിക്കണമെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. തൃശൂരിൽ K. മുരളീധരൻ 3ാം സ്ഥാനത്തായത് കോൺഗ്രസ് ഗൗരവത്തോടെ കാണും. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം K. മുരളീധരൻ പുനഃപരിശോധിക്കണമെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. തൃശൂരിലെ പരാജയത്തെ പാർട്ടി ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. കോൺഗ്രസ് പാർട്ടി അത് സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള വിശകലനവും പഠനവും നടത്തും. അതിൽ നിന്നും പിന്തിരിയണമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന്റെ സേവനം കോൺഗ്രസ് പാർട്ടിക്ക്, സെക്യുലർ കേരളത്തിന് ആവശ്യമാണ്. കൂടുതൽ വിവാദങ്ങളിലേക്കൊക്കെ പോയി പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കുക, അസംബ്ലി ജയിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിന് തടസ്സമാകുന്നതൊന്നും തന്നെ നമ്മൾ ആരും അനുവദിക്കില്ല എന്ന് പറഞ്ഞല്ലോ. പാർട്ടി പരിശോധിച്ച് സംഘടനാപരമായ കാര്യങ്ങൾ എടുക്കും. അല്ലാത്ത ഒരു കാര്യത്തിനോടും നമുക്കാർക്കും യോജിക്കാൻ കഴിയില്ല. അതിനിടെ സുരേഷ് ഗോപി ഉച്ചയോടെ തൃശൂരിലെത്തും. തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലെത്തുന്ന സുരേഷ് ഗോപിയെ BJP പ്രവർത്തകർ വാഹനങ്ങളുടെ അകമ്പടിയോടെ തൃശൂരിലെത്തിക്കും. തൃശൂർ സ്വരാജ് റൗണ്ട് റോഡിൽ സുരേഷ് ഗോപി റോഡ് ഷോ നടത്തും. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, DCC നേതൃത്വത്തിനെതിരെ വലിയ കലാപം ഉണ്ടാവുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും വേണു, ഉന്മേഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് DCCക്കെതിരെ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ K. മുരളീധരൻ ഈ പൊതുപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടുകൂടിയാണ് പ്രവർത്തകർ ഈ വൈകാരികമായി ഈ വിഷയത്തെ സമീപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂക്ഷമായ വിമർശനം അത് യൂത്ത് കോൺഗ്രസ് തന്നെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ DCCക്ക് മുന്നിൽ ഈ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടായിരുന്നു തങ്ങളുടെ പരസ്യ നിലപാട് വ്യക്തമാക്കിയത്. സംഘപരിവാറിന് നട തുറന്നുകൊടുത്തത് മുൻ MP T.N. പ്രതാപനും അതുപോലെ തന്നെ ജോസ് വള്ളൂരുമാണ് എന്ന് പരസ്യമായി തന്നെ വിമർശിച്ചു. അതുകൊണ്ട് തന്നെ നേതൃത്വം രാജിവെക്കണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ജില്ലയിലെ നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള പിടിപ്പുകേടുണ്ടായി. അവനവനിസമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. അത് തന്നെയാണ് പാർട്ടിയെ ഇത്തരം ഒരു ദയനീയമായ തോൽവിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റർ പ്രചരണം ഉൾപ്പെടെ ഈ DCC പ്രസിഡന്റിനും T.N. പ്രതാപനുമെതിരെ ശക്തമാണ്. ഒരു വാർഡിൽ പോലും T.N. പ്രതാപൻ ഇനി സീറ്റ് നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ DCC